ട്രാവൽസ്. ഏവർക്കും കുഞ്ഞുമോൾസ് നാടൻ രുചിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഒരു മാങ്ങ പിക്കിൾ ഉണ്ടാക്കുന്നതാണ്. അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് ഉപ്പിട്ട് ഒരു 3-4 മണിക്കൂർ ഞാൻ വെച്ചിരുന്നതാണ്. മറ്റ് ചേരുവകൾ ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടി, കായപ്പൊടി, ഉലുവ പൊടിച്ചത്, കടുക് പൊട്ടിച്ചത്, കറിവേപ്പില, വിനാഗിരി തിളപ്പിച്ച് അരച്ച് വെച്ചിരിക്കുന്നത്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും സാധനങ്ങൾ ചേർത്താണ് ഇത് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനിയും ഇത് എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വിശദ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പാനിൽ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിക്കുക. ഇനിയും ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളിയും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പില കൂടെ ഇടാം. നന്നായി ഒന്ന് വഴന്നു വരുന്നവരെ വഴറ്റിയെടുക്കാം. ഇവിടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം കൂടെ ചേർക്കാം. ഉലുവാപ്പൊടി, കടുക് പൊട്ടിച്ചത്, കായപ്പൊടി, മുളക് പൊടി. ഇതൊന്ന് ചെറുതായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് മൂത്ത് വരണം. തീ കുറച്ച് വെച്ചിരിക്കുകയാണ്, അത് കരിയാതിരിക്കാൻ. ഇവിടെ പൊടികളെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് ഈ മാങ്ങ ഇടാം. ഇനിയും ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വിനാഗിരി കൂടെ ഒഴിച്ച് ഇളക്കി യോജിപ്പിക്കണം. ഇവിടെ മാങ്ങ പിക്കിൾ റെഡി ആയിട്ടുണ്ട്. ഇത് ഇനിയും തീ ഓഫ് ചെയ്തിട്ട് ഇത് നല്ലതുപോലെ ആറിയിട്ട് ബോട്ടിലിനകത്ത് ഇട്ട് വെക്കണം. ഈ മാങ്ങ പിക്കിൾ ഇതുപോലെ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.